സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനം ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നില്ലേ? ഹദീസിലൂടെ സ്ഥിരപ്പെട്ട എത്ര സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അതൊന്നും നിഷേധിക്കുന്നതിന് സത്യമില്ല. നിഷേധിക്കുന്നത് വിശ്വാസത്തിന്റെ കുറവാണ്. ഈമാൻ ശരിയാ മണ്ണത്തിൽ രൂപപ്പെട്ടില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ സ്വഭാവം ഈമാനാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. വിശ്വസിക്കേണ്ട തലങ്ങൾ മുഴുവനും വിശ്വസിക്കണം. ഒന്നിലും സന്ദേഹം ഉണ്ടാക്കാൻ പാടില്ല. ചില ആളുകൾക്ക് സംശയം, ഖബറിലേക്ക് ഒരാളെങ്ങനെ വെച്ച് കിടത്തിയാല്, ഖബറിലേക്ക് ഒരാളെ കൊണ്ടുപോയി കിടത്തിയാല് പിന്നെ പുറത്ത് നിന്നുകൊണ്ട് എന്തിനാ ഒരു ഉപദേശവും ഒരു വാളും ഒരു നസീഹത്തും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തിനെങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? അതിന്റെ ആവശ്യം അതൊരു ചാരപ്രവർത്തനല്ലേ എന്നാ ചിലർ ചോദിക്കുന്നത്. ചാരപ്രവർത്തനല്ല, സുന്നത്തായ നിലക്ക് സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ്. ഖബറാളികൾ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന് ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വന്നു നിൽക്കുമ്പോൾ നല്ല നല്ല മനുഷ്യന്മാര് പുറത്തു നിൽക്കുന്നത് തന്നെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് വലിയ സഹായമായ, അവർ ദിക്ർ ചൊല്ലുന്നത് അതിനേക്കാളും വലിയ സഹായമായ, അവർ തഹ്ലീൽ ചെല്ലുന്നത് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്, തസ്ബീത്ത് ചെല്ലുന്നത് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. സ്വഹാബിയെ മറവ് ചെയ്ത ഉടനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാക്കി സ്വഹാബിമാരെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്തിന്? ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ നിങ്ങളെ കൂട്ടുകാരനോട് ഖബറിൽ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മലക്കുകൾ വന്ന് ചോദ്യം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തസ്ബീത്ത് ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. അത് നിങ്ങളെ കൂട്ടുകാരന് ഉത്തരം പറയാൻ എളുപ്പമായി കിട്ടും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബി വര്യൻ തന്റെ മക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ മരണാസന്നമായ നേരത്ത്, എന്നെ മറവ് ചെയ്ത് ഖബറിലേക്ക് വെച്ച് നിങ്ങൾ പെട്ടെന്ന് പോന്നേക്കരുത്, അഖീമു ഹൗല ഖബരി, എന്റെ ഖബറിന്റെ ചുറ്റും നിങ്ങൾ നിൽക്കണം. ഖദ്റമാ തുൻഹറു ജസൂറുൻ വയഖ്സമു ലഹ്മുഹാ, ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിഭജിക്കുന്ന അത്രയും നേരം എന്റെ ഖബറിന്റെ സമീപത്ത് നിങ്ങൾ നിൽക്കണം. എന്തിനാ നിൽക്കുന്നത്? അസ്തഇനിസബിക്കും, നിങ്ങൾ അവിടെ നിൽക്കുമ്പോ ഉള്ളിൽ കഴിയുന്ന എനിക്കൊരു നേരം പോക്ക് ലഭിക്കാനാണ്. നേരം പോക്കിന് മാത്രമാണോ? അല്ല, എന്റെ റബ്ബിന്റെ ദൂതന്മാര് വന്ന് ചോദ്യം ചെയ്യുമ്പോ എന്താണ് അവരോട് മറുപടി പറയേണ്ടത് എന്ന് ആലോചിക്കാനും ചുറ്റുഭാഗത്തും നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് എളുപ്പമാണ്. സഹോദരങ്ങളെ, ഇത് പറയുന്നത് സ്വഹാബിമാരിൽ പ്രഗൽഭനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. മക്കളും കുടുംബാംഗങ്ങളും ശിഷ്യന്മാരും അടങ്ങുന്ന വലിയൊരു വിഭാഗത്തോടാണ് ഈ നിർദ്ദേശം കൊടുക്കുന്നത്. ഖബറിലേക്ക് അങ്ങോട്ട് വെച്ച് പെട്ടെന്ന് പോയേക്കണം എന്നല്ല പറയുന്നത്. കുറച്ചു നേരം അവിടെ താമസിക്കണം, എന്നിട്ട് തൽഖീനും തസ്ബീത്തും ഇസ്തിഗ്ഫാറുമായി കഴിയണം. സുബ്ഹാനല്ലാഹ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. ഖബറാളിക്ക് എളുപ്പം കിട്ടാനുള്ള കാര്യവുമാണ്, തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയവുമാണ്. എല്ലാ സംഗതികളും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. ഒന്നിലും വിശ്വാസം കുറയാൻ പാടില്ല. വിശ്വാസം കുറഞ്ഞാലോ നമ്മൾ വഴിതെറ്റിപ്പോകും. അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും മഹാന്മാരായ സ്വഹാബിമാര് വിശ്വസിച്ചത് എങ്ങനെയാണോ അതേ രൂപത്തിലുള്ള വിശ്വാസം നിലനിർത്തി പോരണം. റബ്ബ് സുബ്ഹാനഹു വ തആല